നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. കരസേനാ മുൻ മേധാവി എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ പരാമർശങ്ങളിലും ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. കാരവൻ മാഗസിനിലെ ലേഖനം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സഭയിൽ സംസാരിക്കാൻ അവസരം നിഷേധിച്ചു. സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറിയും ചെയറിന് നേരെ പേപ്പർ കീറിയെറിഞ്ഞും പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ പേരിൽ ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനും ഉൾപ്പെടെ 8 അംഗങ്ങളെ സമ്മേളന കാലയളവിലേക്ക് സസ്പെൻഡ് ചെയ്തു. ഇന്ത്യ ചൈന സംഘർഷം സംബന്ധിച്ച ജനറൽ എം നർവാനിയുടെ പുസ്തകം സംബന്ധിച്ചുള്ള കാരവൻ മാസികയിലെ ലേഖനത്തിന്റെ പകർപ്പ് സ്പീക്കറുടെ അനുമതിക്കായി സമർപ്പിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കാൻ ആരംഭിച്ചത്. എന്നാൽ സ്പീക്കർ കഴിഞ്ഞ ദിവസം റൂളിംഗ് നൽകിയ വിഷയം വീണ്ടും ഉന്നയിക്കരുതെന്ന തടസ്സവാദവുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നു. Please continue with your speech. We are waiting, but please avoid referring to a matter which has been settled. രാഷ്ട്രപതിയുടെ പ്രസംഗത്തെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമാണ് രാഹുലിന് അനുവാദം നൽകിയിട്ടുള്ളതെന്ന ചെയറിന്റെ പരാമർശം പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തനിക്ക് സംസാരിക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന മറുപടി നൽകിയ രാഹുൽ ഇന്ത്യ ചൈന വിഷയം വീണ്ടും ഉന്നയിച്ചതോടെ ചെയർ ഇടപെട്ട് തടഞ്ഞ് അടുത്ത അംഗത്തെ സംസാരിക്കാൻ വിളിച്ചതോടെ പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്തി. प्रश्नकाल तो माननीय सदस्यों का समय होता है, उसमें माननीय सदस्य प्रश्न उठाते हैं. ചെയറിന് നേരെ പേപ്പറുകൾ കീറിയെറിഞ്ഞു. അംഗങ്ങൾ ലോക്സഭാ സെക്രട്ടറി ജനറലിന്റെ മേശപ്പുറത്ത് കയറി. കിരൺ റിജിജുവിന്റെ പ്രമേയം അംഗീകരിച്ച് ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് തുടങ്ങി 8 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. നടപടി നേരിട്ട അംഗങ്ങൾക്കൊപ്പം രാഹുൽ ഗാന്ധി സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചതിനാണ് സസ്പെൻഷനെന്നും നയതന്ത്രപരമായ വിഷയങ്ങൾ മറച്ചുവെക്കുകയാണ് കേന്ദ്രമെന്നും എംപിമാർ ആരോപിച്ചു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അത് കാതോർത്തിരിക്കുകയാണ്. എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത്? അത് പറയാൻ വേണ്ടി സമ്മതിക്കാത്തത് തീർച്ചയായിട്ടും ഈ സർക്കാരിന് ഗുരുതരമായ ചില നയതന്ത്ര വിഷയങ്ങൾ മറച്ചു വെക്കാനുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരമായി ഈ വിഷയം ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നാളെ രാവിലെ സഭാ കവാടത്തിൽ പ്രതിഷേധിക്കും. 24 ഡൽഹി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ധാരണയെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്രത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷം. പ്രധാനമന്ത്രിക്ക് മേൽ അമേരിക്കൻ സമ്മർദ്ദമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. വ്യാപാര കരാറിൽ വിശദീകരണം വേണമെന്ന് പ്രതിപക്ഷ എംപിമാർ സഭയിൽ ആവശ്യപ്പെട്ടു. കരാറിനെ സ്വാഗതം ചെയ്ത് കേന്ദ്രമന്ത്രിമാർ രംഗത്തെത്തി. അതേസമയം എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ അറിയിച്ചിട്ടില്ലെന്ന് റഷ്യ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ധാരണയായെന്ന ട്രംപിന്റെ പ്രഖ്യാപനം. ഇന്ത്യക്ക് പ്രഖ്യാപിച്ചിരുന്ന തീരുവ 18% കുറച്ച ട്രംപിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി പക്ഷേ വ്യാപാര കരാറിനെ കുറിച്ച് പ്രതികരിച്ചില്ല. വ്യാപാര കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ വിവരങ്ങൾ ഇന്ത്യ അറിയുന്നത് ട്രംപ് വഴിയാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു. എപ്സ്റ്റീൻ ഫയലും അദാനിക്കെതിരായ കേസും ഉപയോഗിച്ചാണ് करारिल अमेरिका समर्थन ചെലുത്തിയതെന്ന് രാഹുൽ ഗാന്ധി. एक अदानी जी पर केस है जी, यूनाइटेड स्टेट्स। वो अदानी जी को टारगेट नहीं कर रहा है, वो नरेंद्र मोदी के फाइनेंशियल स्ट्रक्चर को टारगेट कर रहा है. एप्स्टाइन फाइल्स में अभी और माल है, वो अभी रिलीज नहीं हुआ है, इसीलिए इस दबाव में आकर പാർലമെന്റിൽ കരാർ സംബന്ധിച്ച വിശദീകരണം നൽകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം. टैरिफ्स के बारे में प्रधानमंत्री जी को अवगत कराया और उन्होंने प्रधानमंत्री जी के बारे में एक सच्चे दोस्त के बारे में भी चर्चा की है इस ट्वीट में. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നും പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗിക ആശയവിനിമയം ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യയുമായുള്ള തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കാനാണ് ശ്രമമെന്നും റഷ്യ വ്യക്തമാക്കി. 24 ഡൽഹി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സ്ഥിരീകരിച്ച് കേന്ദ്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിശദീകരിച്ചു. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിന്റെ ഫലമാണ് കരാറെന്നും ഇന്ത്യയുടെ ഭാവിക്ക് ഉത്തേജനം നൽകുമെന്നും പീയൂഷ് ഗോയൽ. एक बड़ा मजबूत भारत के भविष्य को 4 चांद लगाने वाला ट्रेड डील माननीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में कल रात फाइनलाइज किया गया है. मैं 140 करोड़ देशवासियों की तरफ से माननीय प्रधानमंत्री नरेंद्र मोदी जी का धन्यवाद करता हूं.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രക്ഷുബ്ധമായി നിയമസഭ. സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിപക്ഷാംഗം തള്ളിക്കയറിയതോടെ അസാധാരണ സംഭവങ്ങൾക്ക് നിയമസഭ വേദിയായി. വാച്ചാൻ വാർഡും പ്രതിപക്ഷാംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിയമസഭയിൽ കാണിക്കാൻ പാടില്ലാത്ത കോപ്രായങ്ങൾ പ്രതിപക്ഷം കാട്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമം നടന്നെന്ന് വി.ഡി. സതീശൻ. 2015 ബജറ്റ് ദിവസം നടന്ന കോലാഹലങ്ങളോളം എത്തിയില്ലെങ്കിലും അസാധാരണമായ രംഗങ്ങൾക്കാണ് നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചതോടെയാണ് സഭ ശബ്ദായമാനമായ രംഗങ്ങൾക്ക് വഴിമാറിയത്. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് പിന്നാലെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി. ബാനറും പ്ലക്കാർഡുകളുമായി പ്രതിഷേധം കനത്തോടെ സഭ ബഹളത്തിലമർന്നു. വിഷയദാരിദ്ര്യമാണിവർ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും കോടതികളിൽ നിന്നേറ്റ തിരിച്ചടിക്ക് സഭയിലാണോ മറുപടിയെന്നുമായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. പ്രതിപക്ഷത്തിന് മറുപടിയുമായി ഭരണപക്ഷ അംഗങ്ങളും മുൻനിരയിലേക്ക് എത്തി. ഇതോടെ ഭരണപ്രതിപക്ഷങ്ങൾ നേർക്കുനേർ വന്നു. ബഹളം മൂർച്ഛിക്കുന്നതിനിടെ ആലുവ MLA അൻവർ സാദത്ത് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചു. ഇതോടെ സ്പീക്കർ സഭ നിർത്തിവെച്ചു. 10 മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോഴും സ്ഥിതിയിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രതിപക്ഷത്തെ ഉദ്ദേശിച്ചാണെന്ന് സ്ഥാപിക്കാൻ ഭരണപക്ഷം ശ്രമിച്ചു. ഹൈക്കോടതി പ്രതിപക്ഷ മേധാവിനോട് ചോദിച്ചു, പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഈ പബ്ലിസിറ്റി ഇൻട്രസ്റ്റിന്റെ നരേറ്റീവ് കേരളീയ സമൂഹം തിരിച്ചറിയും. ഇതിനിടയിൽ പ്രതിപക്ഷ ബാനർ വാച്ചാൻ വാർഡ് പിടിച്ചെടുത്തു. ബാനറിന് വേണ്ടി പിരിവിൽ നടക്കുന്നതിനിടെ മാത്യു പുൽനാടൻ MLA മുൻവശത്തെ കൈവരി വഴി സ്പീക്കറുടെ ഡയസിൽ കയറി. ഇതോടെ വീണ്ടും സഭ നിർത്തിവെച്ചു. സഭ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്പീക്കർ അതൃപ്തി പ്രകടിപ്പിച്ചു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്തത് ശരിയാണോ? അസാധാരണമായി ഒന്നും നടന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. ശബരിമല വിഷയത്തിൽ പ്രതിഷേധം തുടരുമെന്നും അവർ വ്യക്തമാക്കി. ഞങ്ങൾ ഒരു അക്രമം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത്. കോടതിയിൽ തിരിച്ചടി നേരിട്ടതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭ അലങ്കോലമാക്കിയതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. നാട്ടിൽ ചെലവാകാത്ത കാര്യം, കോടതിയുടെ മുന്നിൽ ചെലവാകാത്ത കാര്യം, കോടതിയിൽ നിന്ന് ശക്തമായ അടി ഏറ്റപ്പോൾ ഇവിടെ വന്ന് ബഹളം വെച്ച് കാര്യങ്ങൾ നേടാനാണ് നോക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിലെ വീഴ്ചയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷമില്ലാതെയാണ് 2ാം ദിവസത്തെ ബജറ്റ് ചർച്ചയും നടന്നത്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം കിട്ടിയതാണ് നിയമസഭയിൽ കടുത്ത പ്രതിഷേധത്തിന് പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത്. ഞെട്ടിപ്പിച്ച കൊള്ളയിൽ ശക്തമായ സമീപനം സ്വീകരിക്കണമെന്ന രാഷ്ട്രീയ സമ്മർദ്ദവും പ്രതിപക്ഷത്തെ അസാധാരണ നടപടികളിലേക്ക് നയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബാധിക്കുന്നത് തടയാനാണ് ഭരണപക്ഷം ശക്തമായ പ്രതിരോധം തീർത്തത്. ഗൗരവമുള്ള രാഷ്ട്രീയ ഭരണ പ്രശ്നങ്ങൾ ശൂന്യവേളയിൽ ഉന്നയിക്കുന്നതാണ് നിയമസഭയിലെ രീതി. ഇത് മാറ്റിവെച്ച് ചോദ്യോത്തരവേള തന്നെ പ്രതിഷേധത്തിന് വേദിയാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ്. കുറ്റപത്രം സമർപ്പിക്കാത്ത മൂലം 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടും സഭയിൽ പ്രതിഷേധം ഉയരുന്നില്ല എന്ന UDF പാർലമെന്ററി പാർട്ടിയിലെ വിമർശനമാണ് ശക്തമായ ഇടപെടലിന് പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത്. തട്ടിപ്പിന്റെ കേന്ദ്രബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തണുപ്പൻ സമീപനം സ്വീകരിക്കുന്ന വിമർശനം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്നുകൂടി മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല. എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങും എത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ മുഖ്യ പങ്കുവഹിച്ച വിഷയത്തിൽ ഇനിയും പ്രതിരോധത്തിലേക്ക് പോകുന്നത് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുന്ന തിരിച്ചറിവിലാണ് ഭരണപക്ഷം ശബരിമല വിഷയത്തെ സമീപിക്കുന്നത്. ഈ സമ്മേളന കാലയളവ് മുതൽ ആക്രമണ ശൈലി സ്വീകരിച്ച ഭരണപക്ഷം സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സർക്കാരിനെ പഴിചാരേണ്ടെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. ഈ സ്പെക്കുലേഷൻ, ഊഹാഭോഗങ്ങൾ ഒന്നുകിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ഇത് മാത്രമല്ലേ ഈ ഊഹാഭോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന സഭാ സമ്മേളനം സ്വാഭാവികമായും രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് വേദിയാകും. എന്നാൽ പരിധിവിട്ട ഇടപെടലുകൾ നിയമസഭയുടെ അന്തസ്സിനെ തന്നെ ബാധിച്ചേക്കാം. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SIT രജിസ്റ്റർ ചെയ്ത കേസിലെ 2ാം പ്രതി B. മുരാരി ബാബു കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജി വാദം കേൾക്കാനായി മാറ്റി. കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന് ED നോട്ടീസ് അയച്ചു. ECIR രജിസ്റ്റർ ചെയ്ത് 3 ആഴ്ച പിന്നിട്ടു. ഇതിനിടയിലാണ് EDയുടെ നിർണായക നീക്കങ്ങൾ.
SIT രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാം പ്രതി ബി മുരാരി ബാബുവാണ് ചോദ്യം ചെയ്യലിന് ഇഡിയുടെ മുന്നിലെത്തിയത്. സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിന് നിർണായക പങ്കുണ്ട് എന്നായിരുന്നു SIT കണ്ടെത്തൽ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇഡി അന്വേഷിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. കേസുമായി ബന്ധപ്പെട്ട 21 ഇഡി നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകളും പിടിച്ചെടുത്തിരുന്നു. SIT കേസിലെ പ്രതികളെല്ലാം ഇഡിക്ക് മുന്നിൽ ഹാജരാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. UDF കൺവീനർ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവും പരിശോധിക്കും. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജി വാദം കേൾക്കാനായി ഈ മാസം 9 മാറ്റി. SIT റിപ്പോർട്ട് തിങ്കളാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. 2 കേസുകളിലും വിജിലൻസ് കോടതി ഒരുമിച്ച് വാദം കേൾക്കും. അതിനിടയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ ഡിസ്ചാർജ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രിയെ ഇന്നലെ ആൻജിയോഗ്രാമിന് വിധേയനാക്കിയിരുന്നു. 24 കൊച്ചി. അതിവേഗ റെയിൽപാതയുമായി കേരളം മുന്നോട്ട്. കേന്ദ്രം അലംഭാവം തുടരുന്ന സാഹചര്യത്തിലും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. പദ്ധതിക്ക് തത്വത്തിൽ അനുമതി നൽകിക്കൊണ്ട് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങി. അതിവേഗപാത യാഥാർത്ഥ്യമാക്കാൻ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് സംസ്ഥാന സർക്കാർ 1,92,780 കോടി രൂപയാണ് പദ്ധതി ചെലവ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയാണ് ആദ്യഘട്ടം. തലസ്ഥാന നഗരി മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ പാത 12 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാകുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. RRTSന്റെ പ്രിൻസിപ്പൽ ഉത്തരവാണ് ഇറങ്ങിയതെന്ന് മന്ത്രി KN ബാലഗോപാൽ സ്ഥിരീകരിച്ചു. ഇതൊരു പരീക്ഷണമാണ്, മറ്റു തരത്തിൽ ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാം. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അതിവേഗ പാതയുടെ ഇടനാഴിയില്ലെങ്കിലും മെട്രോമാൻ ഇ ശ്രീധരൻ പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ശ്രീധരന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സഹായമില്ലാതെ RRTSുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അതേസമയം ഇ ശ്രീധരൻ വിഭാവനം ചെയ്ത അതിവേഗ റെയിൽ പദ്ധതിയുടെ ചെലവ് ഇതേക്കാൾ കുറവാണ്. വേഗതയും കൂടും. 5 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനും കഴിയും. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി ഇന്ന് രാത്രിയോടെ കേരളത്തിലെത്തും. മധുസൂദൻ മിസ്ത്രി അധ്യക്ഷനായ സമിതി KPCC DCC നേതൃത്വങ്ങളുമായി ചർച്ച നടത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിട്ടയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു. അതിവേഗം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുകയാണ് UDF. മുൻപിലുള്ളത് ഭരണത്തിലേറുകയെന്ന ഒറ്റ ലക്ഷ്യം. ഫെബ്രുവരി പകുതിയോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള ചർച്ചകൾ മുന്നണിയിൽ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചർച്ച നാളെ മുതൽ ആരംഭിക്കും. മധുസൂദനൻ മിസ്ത്രി അധ്യക്ഷനായ സമിതി ജില്ലാ കോൺഗ്രസ് നേതൃത്വങ്ങളുമായി ചർച്ച നടത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിട്ടയോടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഇന്ന് വൈകിട്ട് തന്നെ UDFിലെ വിവിധ കക്ഷികളുമായി ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ വിന്നബിലിറ്റി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മാത്രമല്ല, സ്ക്രീനിംഗ് കമ്മിറ്റി ഇതെല്ലാം നോക്കി പരിശോധന നടത്തിയതിന് ശേഷം ഉള്ള തീരുമാനങ്ങളായിരിക്കും അന്തിമമായി വരാൻ പോകും. നേരത്തെ ഒരു തവണ സംസ്ഥാനത്തെത്തിയ മധുസൂദനൻ മിസ്ത്രി മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. വിജയസാധ്യത മാത്രം മുന്നിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനായിരിക്കും പ്രാധാന്യം നൽകുക. സീറ്റ് വിഭജന ചർച്ചകളും മുന്നണിയിൽ തുടരുകയാണ്. 24 കൊല്ലം. രാഹുൽ മാങ്കൂട്ടത്തലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിക്ക് ലഭിച്ച പരാതി എതിർത്ത് UDF. വിഷയം സഭയിൽ ചർച്ച ചെയ്യാനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ലെന്നാണ് UDF നിലപാട്. ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. മുകേഷിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അത് ചെയ്തില്ലെന്നും VD സതീശന്റെ വിമർശനം. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് MLA ആയിക്കോട്ടെ, ഇപ്പം എത്ര പേരുണ്ട് MLAമാർ കേസിൽ പ്രതികളായിട്ടുള്ളവർ ഇല്ലേ? മുകേഷ് MLA ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ അല്ലേ? കേസിൽ പ്രതികളായിട്ടുള്ള MLAയെ എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല, പൊതു നിലപാടാണ് ഞങ്ങൾക്ക്. അതവന് ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ. അത് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രീസിഡന്റാണ്, ഒരിക്കലും വരാൻ പാടില്ല. അക്കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സർക്കാർ അപമാനിക്കുകയാണെന്ന് ജോൺ ബ്രിട്ടാസ് MP. കേരളത്തിന് എയിംസ് ലഭിക്കുമെന്ന് ടൂറിസം സർക്യൂട്ട് തരുമെന്നും സുരേഷ് ഗോപി പറയുന്നു. പക്ഷേ ഇതൊന്നും കേന്ദ്രം തരുന്നില്ല. സുരേഷ് ഗോപിയെ ഇങ്ങനെ അപമാനിക്കരുതെന്നും ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ പറഞ്ഞു.
Was this budget a panacea for that, sir? Sir, my friend Suresh Gopi is sitting here. Sir, the constitution says India is union of states, sir. You also agree that? Is Kerala not a state, sir? Sir, this government has been consistently insulting my friend Suresh Gopi. He promised Ordinary Institute of Medical Science. It will come now, a day, 24 hours, 36 hours. Where is the AMS, sir? 22 Ordinary Institute of AMS have been granted. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഒഴിഞ്ഞ് BJP നേതാവ് കെ അണ്ണാമലൈ. അച്ഛന്റെ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചാണ് തീരുമാനം. 6 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ചുമതലയാണ് കെ അണ്ണാമലൈക്കുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ താൻ പങ്കെടുക്കാൻ തയ്യാറാണെന്നും ഇക്കാര്യം പാർട്ടി അറിയിച്ചിട്ടുണ്ടെന്നും കെ അണ്ണാമലൈ അറിയിച്ചു. ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞാലും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഉണ്ടാകും. നേരത്തെ അണ്ണാ DMKയുമായുള്ള സഖ്യത്തിൽ കെ അണ്ണാമലൈ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ മിന്നും ജയത്തോടെ കേരളം സെമിയിൽ. ക്വാർട്ടറിൽ ആതിഥേയരായ അസമിനെ മറുപടിയില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. മനോജ്, മുഹമ്മദ് അജ്സൽ, ദിൽഷാദ് എന്നിവർ കേരളത്തിനായി ഗോളുകൾ നേടി. സെമിയിൽ പഞ്ചാബാണ് കേരളത്തിന്റെ എതിരാളികൾ. മറ്റൊരു സെമിയിൽ റെയിൽവേസ് സർവീസസ് നേരിടും. 2 മത്സരങ്ങളും മറ്റന്നാളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.